കൂട്ടിലടച്ചാലും അടങ്ങാത്ത ശാപം. ചില്ലുകൂട്ടിൽ ശാന്തമായിരുന്ന് അനബെല്ല കാണിച്ചു കൂട്ടിയ ചോര മണക്കുന്ന ക്രൂരതകൾ. അമേരിക്കയിലെ പ്രശസ്തമായ പാരാനോർമൽ ടീമായ ന്യൂ ഇംഗ്ലണ്ട് സൊസൈറ്റി ഫോർ സൈക്കിക് റിസർച്ച് ജനങ്ങൾക്കായൊരു അപൂർവ യാത്ര സംഘടിപ്പിക്കുന്നു. കേവലം ഒരു എക്സിബിഷൻ ആയിരുന്നില്ല അത്. ലോകത്തിലെ ഏറ്റവും ശാപഗ്രസ്തമായ അനബെല്ല എന്ന പാവയും മറ്റു ചില അപൂർവ വസ്തുക്കളും ഒരു വാനിൽ കയറ്റി അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിലേക്ക് കൊണ്ടുപോയി ആളുകൾക്ക് മുന്നിൽ നേരിട്ട് കാണിച്ചു കൊടുക്കുന്ന ഡെവിൾസ് ഓൺ ദി റൺ ടൂർ. ഈ വലിയ ദൗത്യത്തിന്റെ പരിപൂർണ ചുമതലയും ഏറ്റെടുത്തത് ഡാൻ റിവേറ എന്ന അനുഭവസമ്പന്നനായ പാരാനോർമൽ ഗവേഷകനായിരുന്നു. ഡാന് അത് വെറും ഒരു ജോലിയായിരുന്നില്ല, അനബെല്ലയെ പോലൊരു മിസ്റ്ററിയെ അടുത്തറിയാനുള്ള ആവേശമായിരുന്നു. ഓരോ നഗരത്തിലും വാനിറങ്ങി വലിയ ഹാളുകളിൽ സ്റ്റേജ് കെട്ടി അനബെല്ലയുടെ ചില്ലുകൂടെ എടുത്തു വെക്കുന്നത് ഡാൻ തന്നെയായിരുന്നു. പാവയ്ക്ക് യാതൊരു കേടുപാടുകളും വരാതെ അതിനുള്ളിലെ കുരിശും മന്ത്രശക്തിയുള്ള പേപ്പറുകളും കൃത്യമായി പരിപാലിച്ചതും ഡാൻ തന്നെ. മണിക്കൂറുകളോളം, ദിവസങ്ങളോളം ആ ചില്ലുകൂടിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു ഡാൻ കഴിഞ്ഞത്. ആയിരക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ആ പാവയുടെ ഭീകരമായ കഥകൾ ഡാൻ വിവരിച്ചു കൊടുത്തു. എന്നാൽ ആ നാളുകളിലൊക്കെയും താൻ കടന്നു പോകുന്നത് ഏതോ ഒരു കറുത്ത നിഴലിന്റെ അടിയിലൂടെയാണെന്ന് ഡാൻ അറിഞ്ഞിരുന്നില്ല. യാത്ര ദിവസങ്ങൾ പിന്നിടുന്തോറും ഡാൻ റിവേറയിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. എപ്പോഴും ആവേശത്തോടെ സംസാരിച്ചിരുന്ന ഡാൻ പതുക്കെ ശാന്തനായി, അസ്വസ്ഥനായി മാറി. രാത്രികളിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ താൻ തങ്ങിയിരുന്ന ഹോട്ടൽ മുറിയിലെ താപനില പെട്ടെന്ന് തണുത്തുറയുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു. മുറിക്കുള്ളിലെ ഇരുട്ടിൽ ആരോ തന്നെ തുറിച്ചു നോക്കുന്നുണ്ടെന്ന കടുത്ത ഭയം അയാളെ വേട്ടയാടാൻ തുടങ്ങി. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഡാൻ തൻ്റെ സഹപ്രവർത്തകരുമായി ഡിസ്കസ് ചെയ്തെങ്കിലും തൻ്റെ ഉള്ളിലുള്ള ഭയം ഒരൽപ്പം പോലും പുറത്തു വരാതെ ഡാൻ ആ യാത്ര തുടർന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തി. ജൂലൈ 13, 2025. ഗെറ്റിസ്ബർഗിലെ പ്രദർശനം കഴിഞ്ഞ് അനബെല്ലയെ വാനിൽ പൂട്ടി ഡാൻ തൻ്റെ ഹോട്ടൽ മുറിയിലേക്ക് നടന്നു. മുറിയിൽ പ്രവേശിച്ച ഡാൻ ഡോർ അടയ്ക്കുകയും ലോക്ക് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ആ മുറിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ലോകത്തിൽ ആർക്കും അറിയില്ല. പിറ്റേന്ന് രാവിലെ സമയമായിട്ടും ഡാനെ കാണാതായപ്പോൾ സഹപ്രവർത്തകർ അദ്ദേഹത്തെ ഫോൺ ചെയ്തു. പക്ഷേ ആരും തന്നെ കോൾ അറ്റൻഡ് ചെയ്തില്ല. സംശയം തോന്നിയ അവർ ഹോട്ടൽ മുറിയിൽ വന്ന് മുട്ടി വിളിക്കാൻ തുടങ്ങി. എന്നാൽ എത്ര നേരം മുട്ടി വിളിച്ചിട്ടും അകത്തുനിന്ന് ഒരക്ഷരം പോലും മറുപടി വന്നില്ല. അവസാനം മറ്റു വഴികളില്ലാതെ മുറിയുടെ വാതിൽ ചവിട്ടി തുറന്ന അവർ കണ്ട കാഴ്ച ബെഡിൽ നിശ്ചലനായി കിടക്കുന്ന ഡാനിന്റെ ശവശരീരമാണ്. അതെ, അനബെല്ലയുടെ പ്രദർശനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ഡാൻ റിവേറ ദുരൂഹമായി മരണപ്പെട്ടു. മരണകാരണം ഹൃദയാഘാതമെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും അത് വിശ്വസിക്കാൻ ലോകം തയ്യാറായിരുന്നില്ല. ദിവസങ്ങളോളം ആ ചില്ലുകൂട്ടിന് തൊട്ടടുത്തിരുന്ന് യാത്ര ചെയ്ത ഡാൻ റിവേറയുടെ മരണകാരണവും ആ ചില്ലുകൂട്ടിനകത്തിരിക്കുന്ന കറുത്ത ശക്തി തന്നെയാണെന്ന് പാരാനോർമൽ ലോകം ഇന്നും വിശ്വസിക്കുന്നു. ഈ മരണം നമ്മോട് പറയുന്ന ഒരു വലിയ മുന്നറിയിപ്പുണ്ട്. അനബെല്ല ചില്ലുകൂടിനുള്ളിൽ തടവിലായിരിക്കാം, പക്ഷേ അതിനടുത്ത് പോയി നിൽക്കാനോ തൊടാനോ ശ്രമിച്ചാൽ